നമസ്കാരം. കേരളത്തിൽ ഇനി സുലഭമായി ലഭിക്കാൻ പോകുന്നത് ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ പെട്ടിക്കടകൾ മുതൽ അങ്ങ് 5 സ്റ്റാർ ഹോട്ടൽ വരെ ലഭിച്ചേക്കാം. മറ്റൊന്നുമല്ലാതെ മദ്യമാണ്. ടൂറിസം രംഗത്തെ കൂടുതൽ ആകർഷകമാക്കുക എന്ന ലക്ഷ്യത്തോടെ മദ്യനയത്തിൻ്റെ കരട് ചട്ടങ്ങൾ തയ്യാറാക്കുകയാണിപ്പോൾ. റെസ്റ്റോറൻറ്റുകൾ വഴി ബിയർ, ബാറുകളിൽ ചെത്തിയ കള്ള് എന്നിവയൊക്കെ അതിഥികൾക്ക് വിൽക്കുവാനുള്ള ഒരു നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൂറിസം സീസൺ അത് കണക്കാക്കിയായിരിക്കും ലൈസൻസ് വിതരണം ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് 1 ലക്ഷം രൂപ വരെ ഫീസ് ഇനത്തിൽ നൽകേണ്ടി വരും ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഉടമകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ വിഷയം സർക്കാർ വിശദമായി ചർച്ച ചെയ്യുകയും അതിനുള്ള തീരുമാനങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യും. നയപരമായ കാര്യമായതിനാൽ ഇടതുമുന്നണി യോഗത്തിലും വിഷയം ചർച്ചയാക്കേണ്ടതുണ്ട്. ടൂറിസം വകുപ്പ് നൽകുന്ന 2 സ്റ്റാർ ക്ലാസിഫിക്കേഷന് മുകളിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ ബിയറും വൈനും വിളമ്പാം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ബാറുകളിലും വിനോദസഞ്ചാര മേഖലയിലെ റിസോർട്ടുകളിലുമാകും ഇനി കള്ള് ചെത്തി വിൽക്കുവാനുള്ള ലൈസൻസ് നൽകുക. സ്വന്തം വളപ്പിലെ കള്ള് ചെത്തി അതിഥികൾക്ക് നൽകാം. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കുന്ന നയം തന്നെയാണ് ഇക്കാര്യത്തിലും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ മദ്യനയത്തിലായിരുന്നു 2 പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നത്, പക്ഷേ നടപ്പിലായില്ല. കേരളത്തിൽ എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആയി ആചരിക്കുന്നത് ഒഴിവാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനത്തെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1-ാം തീയതിയിൽ മദ്യശാലകൾ അടച്ചിടുന്നത് പിൻവലിച്ചാൽ തന്നെ അതിലൂടെ 12 ദിവസം അധികമായി പ്രവൃത്തി ദിവസങ്ങൾ ലഭ്യമാകും. വരുമാനത്തിലും വലിയ വർധനവ് അതിലൂടെ സാധ്യമാകും. ബിവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക, മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇപ്പോൾ പരിഗണനയിലുണ്ട്. സർക്കാരിൻ്റെ വരുമാനം അത് വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങളെന്ന നിലയിലാണ് ഇവയൊക്കെ പരിഗണിക്കുന്നത് എന്നാണ് സർക്കാരിൻ്റെ നിരീക്ഷണം പോലും. 1-ാം തീയതികളിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ചിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ചേർന്നിട്ടുള്ള വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച നടക്കുകയും ചെയ്തിരുന്നു. വർഷത്തിൽ 12 പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടമാകുന്നതിലൂടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം, അതായത് വരുമാനത്തിൽ നഷ്ടമുണ്ടാകുന്നു എന്നത് മാത്രമല്ല, ഇത്തരമൊരു ആലോചനയ്ക്ക് കടക്കാനുള്ള പ്രേരണയായത്. അതായത് ടൂറിസം മേഖലയിലും ഒപ്പം തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് ഈ ഡ്രൈ ഡേ. അതുകൊണ്ടാണ് ഡ്രൈ ഡേ ഒഴിവാക്കുവാൻ ആലോചിക്കുന്നത് സർക്കാർ ഇപ്പോൾ. കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് ഈ ഡ്രൈ ഡേ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് മാറ്റപ്പെടുക തന്നെ ചെയ്യും. ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഈ നിർദ്ദേശത്തെക്കുറിച്ച് കുറിപ്പ് സമർപ്പിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം. ഇതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. നികുതി വരുമാനം കൂട്ടാൻ നിശ്ചിതവണ്ണം ചില്ലറ മദ്യ വിൽപ്പനശാലയുടെ നടത്തിപ്പ് ലേലം ചെയ്യുവാനുള്ള സാധ്യത അതുകൂടി പരിശോധിക്കുന്നുണ്ട്. മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മസാല ചേർത്ത വൈനുകൾ, ആ മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുവാനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ കൃഷി വകുപ്പ് ഇപ്പോൾ സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. വരുമാന വർധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുവാനുള്ള പിന്തുണ നൽകണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഹോട്ടി വൈനിൻ്റെയും മറ്റു വൈനുകളുടെയൊക്കെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. ഇതിലൂടെ കയറ്റുമതിക്കായിട്ട് മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ അത് ഈ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കുവാനുമുള്ള നിർദ്ദേശവും ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. തത്വത്തിൽ ഇനി കേരളം മുഴുവൻ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തട്ടുകട മുതൽ 5 സ്റ്റാർ ഹോട്ടൽ വരെ കള്ളും ബിയറും വൈനും മദ്യവുമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെ ജനങ്ങൾ സംശയിച്ചാലും അതിനെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ടൂറിസം മേഖലയെയും മദ്യത്തിലൂടെ ലഭിക്കുന്ന പണത്തിനെയും ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതുകൊണ്ട് ഇതിൽ പരം എന്താണ് ഈ സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? മുമ്പ് ഒരു സർക്കാർ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു. അവർ ഇവിടെ മദ്യവും ബാറുകളും നിരോധിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുകയും 2016 അധികാരത്തിലേക്ക് എത്തിയ LDF സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകളെല്ലാം തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിനുശേഷം പിന്നെ എത്രയോ ബാറുകൾ തുറന്നു. 3 സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾക്ക് പകരം ഇപ്പോൾ 2 സ്റ്റാറിന് മുകളിലുള്ള ബാറുകളിലേക്ക് വരെ ഏത് കടയിലും ലഭ്യമാകുന്ന തരത്തിലേക്കാണോ ഇനി മദ്യമൊഴുക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത ചിലപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ ഉയർന്നു വന്നേക്കാം. അങ്ങനെ വന്നാലും അതിന് സംശയം പ്രകടിപ്പിക്കേണ്ട. കാരണം വരും കാലഘട്ടങ്ങളിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തട്ടുകടകളിൽ വരെ ഇനി മദ്യവും ഈ പറയുന്ന കള്ളും
വൈനുമൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കുടിയന്മാർ ഹാപ്പി ആവട്ടെ.